ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് അധ്യക്ഷൻ കെ.പി. യോഹന്നാന്റെ ജീവിതം ഒരു ഫാന്റസി പോലെ അത്ഭുതപ്പെടുത്തുന്നതും വിസ്മയിപ്പിക്കുന്നതുമാണ്. അഭിപ്രായ ഭിന്നതകൾക്കിടയിലും ജീവിതത്തിൽ അദ്ദേഹം നേടിയെടുത്ത അസാധാരണമായ ഉയരം അമ്പരപ്പിക്കുന്നതാണ്. കുട്ടനാട്ടിലെ സാധാരണ കർഷകനിൽ നിന്ന് ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിൻ്റെ പരമാധ്യക്ഷൻ എന്ന പദവിയിലേക്കുള്ള യാത്രയിൽ നിഴലായി വിവാദങ്ങളും കൂടെ ഉണ്ടായിരുന്നു. അമേരിക്കയിൽ വാഹനാപകടത്തിൽ മരിച്ച കെ.പി. യോഹന്നാന്റെ ഭൗതിക ശരീരം കൊച്ചിയിലെത്തിച്ചു. ഞായറാഴ്ച പുലർച്ചെ 3:30 നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചത്. വൈദികർ ചേർന്ന് ഭൗതിക ശരീരം ഏറ്റുവാങ്ങി. തിങ്കളാഴ്ച രാവിലെ 9 മണി മുതൽ ചൊവ്വാഴ്ച രാവിലെ വരെ ബിലീവേഴ്സ് കൺവെൻഷൻ സെന്ററിൽ പൊതുദർശനം. തുടർന്ന് 11 മണിയോടെ സംസ്കാര ചടങ്ങുകൾ. ഉച്ചയ്ക്ക് 1 മണിക്ക് സംസ്കാരം. ഇതോടെ ആ ജീവിതം ഓർമ്മയാകും. അപ്പോഴും ബാക്കിയാകുന്ന നിരവധി ചോദ്യങ്ങളുണ്ട്. മെയ് 7 അമേരിക്കയിലുണ്ടായ വാഹനാപകടത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ വിയോഗം. പ്രഭാത നടത്തത്തിനിടെ വാഹനമിടിച്ചാണ് അപകടമുണ്ടായത്. ഗുരുതരമായ പരിക്കിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പിന്നീട് മരിച്ചു. കുറച്ചു മാസങ്ങളായി ഭാര്യ ഗിസല്ലയ്ക്കും മക്കളായ ഡാനിയൽ, സാറ എന്നിവർക്കുമൊപ്പം അമേരിക്കയിൽ താമസിച്ചു വരികയായിരുന്നു അദ്ദേഹം. സാധാരണ ഡാലസിലെ ബിലീവേഴ്സ് ചർച്ചിൻ്റെ ക്യാമ്പസിനകത്താണ് കെ.പി. യോഹന്നാന്റെ പ്രഭാത നടത്തം. എന്നാൽ അപകടം നടന്ന ദിവസം രാവിലെ പള്ളിയുടെ പുറത്ത് റോഡിലാണ് നടന്നത്. ഈ സമയത്താണ് വാഹനം ഇടിച്ചു വീഴ്ത്തിയത്. വാഹനത്തിൻ്റെ ഡ്രൈവറെ പിന്നീട് കസ്റ്റഡിയിലെടുത്തു. പോലീസ് അന്വേഷണം നടത്തുന്നതായി അറിഞ്ഞു. എന്നാൽ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തു വന്നില്ല. അപകടത്തിൽ ദുരൂഹതയുണ്ടെന്ന ആരോപണവും അതിനിടെ ഉയർന്നെങ്കിലും അതൊക്കെ ഒറ്റപ്പെട്ടവയായി മാറി. അതിനിടെ അപകടത്തിൽ ദുരൂഹതയില്ലെന്ന് സഭാ അധികൃതർ തന്നെ വ്യക്തമാക്കി. അതോടെ ആ അധ്യായം അടഞ്ഞു. ജീവിതയാത്രയിൽ ഉടനീളം വിവാദങ്ങളും കെ.പി. യോഹന്നാന്റെ കൂടെ ഉണ്ടായിരുന്നു. അത്തരമൊരു ആരോപണത്തെക്കുറിച്ചാണ് 2020 നവംബറിലാണ് ഈ ആരോപണം മാധ്യമങ്ങളിൽ വന്നത്. സാധാരണ ഒരാളല്ല, IB മുൻ ഉന്നത ഉദ്യോഗസ്ഥനാണ് ആരോപണം ഉന്നയിച്ചത്. തിരുവല്ലയിൽ ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജിലും വാഹനത്തിലും സിനഡിന്റെ രഹസ്യ അറയിലും ഡൽഹിയിലെ ഓഫീസിൽ നിന്നും ആദായ നികുതി വകുപ്പ് കോടികൾ റെയ്ഡ് ചെയ്ത സംഭവം നടന്നിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു ആരോപണം. അമേരിക്കയിലെ വിവിധ സ്ഥാപനങ്ങളിൽ നിന്നും സംഘടനകളിൽ നിന്നും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ശേഖരിച്ച ഫണ്ട് ശരിയായ രീതിയിൽ കെ.പി. യോഹന്നാൻ വിനിയോഗിച്ചിട്ടില്ലെന്നായിരുന്നു IB മുൻ ഉദ്യോഗസ്ഥന്റെ ആരോപണം. ഈ ആരോപണം മാധ്യമങ്ങളന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതൊരു ആരോപണം മാത്രം. ഇത്തരത്തിൽ നിരവധി ആരോപണങ്ങൾ കെ.പി. യോഹന്നാനും സഭയ്ക്കുമെതിരെ ഉയർന്നിരുന്നു. കെ.പി. യോഹന്നാന്റെ വിയോഗത്തോടെ അദ്ദേഹം ഉണ്ടാക്കിയ സാമ്രാജ്യത്തിന് എന്ത് സംഭവിക്കുമെന്ന ചോദ്യം ഉയരുന്നുണ്ട്. അടുത്ത പരമാധ്യക്ഷനെ ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് സഭ അറിയിച്ചത്. എങ്കിലും ഇനി എന്താണ് സംഭവിക്കുക എന്ന ആകാംക്ഷയിലാണ് എല്ലാവരും.